إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ തഖ്വയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വിവിധ തലത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാ പരീക്ഷണങ്ങളിലും അവനെ തൃപ്തിപ്പെടുത്താനുള്ള ഇച്ഛാശക്തിയും സ്ഥൈര്യവും ധൈര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മക്കളെ കാണേണ്ടത് പരലോകത്തേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായിട്ടായിരിക്കണമെന്നും പരലോകത്ത് നമുക്ക് അനുകൂലമായി മാറുന്ന സമ്പത്തായിട്ടായിരിക്കണമെന്നും ഇവിടെ വിവരിക്കപ്പെടുകയുണ്ടായി. സന്താനങ്ങളുമായുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ, അതല്ലെങ്കിൽ സന്താന പരിപാലനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാതാപിതാക്കൾ എന്ന നിലക്ക് അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നത്. ഇസ്ലാമിക പൈതൃകത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർക്ക് മുതൽ പിന്നീട് വന്ന പല താബിഈങ്ങളും അതിനുശേഷം വന്ന പൂർവസൂരികളായ പണ്ഡിതന്മാരുമെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾക്ക്, രക്ഷകർത്താക്കൾക്ക് കുട്ടികളുമായുള്ള ബന്ധം അവരുടെ വയസ്സിനനുസരിച്ച് 3 തരത്തിലായിരിക്കണം. അവരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്ക രീതി 3 രൂപത്തിലായിരിക്കണം. ആ അർത്ഥത്തിൽ 3 ഘട്ടങ്ങളായി കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അവർ വിഭാഗീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഘട്ടം എന്നുള്ളത് 7 വയസ്സുവരെയുള്ള ഘട്ടമാണ്. ജനിച്ചത് മുതൽക്ക് 7 വയസ്സുവരെയുള്ള ആ ഘട്ടത്തെ സംബന്ധിച്ച് പറയപ്പെടാറുള്ളത്
അത് അവരുമായി നാം കളിതമാശകളിൽ ഏർപ്പെടേണ്ട സമയമാണ് എന്നതാണ്. അത് ഫത്രത്തുൽ ലഅബ്, കളിയുടെ ഘട്ടമാണ്. ആ സാഹചര്യത്തിൽ പരമാവധി അവരുമായി കളിചിരികളിൽ ഏർപ്പെടുന്നതിനായിരിക്കണം നമ്മൾ മുൻഗണന കൽപ്പിക്കേണ്ടത്. അവിടെ ഒരർത്ഥത്തിലും നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യമാണ് അവരോട് കാര്യങ്ങൾ കൽപ്പിക്കുക എന്നത്. 7 വയസ്സുവരെയുള്ള ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് കൽപ്പനകളെ കൃത്യമായി മനസ്സിലാക്കാനോ അത് അനുസരിക്കാനോ ഉള്ള കഴിവ് രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുകയില്ല എന്നതാണ് ആധുനിക പഠനവും വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. മറിച്ച് ആ ഒരു ഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ്. ഒബ്സർവേഷൻ പീരീഡ് ആയിട്ടാണ് ആ ഘട്ടത്തെ പരിഗണിക്കപ്പെടാറുള്ളത്. നാം പറയുന്ന കാര്യങ്ങളല്ല, നാം അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങളല്ല ആ ഒരു ഘട്ടത്തിൽ കുട്ടികൾ മനസ്സിലാക്കുക. മറിച്ച് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏത് രൂപത്തിലാണോ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, ഏത് രൂപത്തിലാണ് നാം ഇടപഴകുന്നത്, ഏത് രൂപത്തിലാണ് നാം നടക്കുന്നത്, ഏത് രൂപത്തിലാണ് നാം ഇരിക്കുന്നത്, ഏത് രൂപത്തിലാണ് നാം കിടന്നുറങ്ങുന്നത്, അങ്ങനെ നമ്മുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു സമയമാണ് ഈ 7 വയസ്സുവരെയുള്ള ഘട്ടം. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ഘട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടമായി പരിഗണിക്കപ്പെടേണ്ടത് ഈ ആദ്യത്തെ ഘട്ടമാണ്. പലപ്പോഴും നാം ഏറ്റവും അവഗണിക്കാറുള്ള ഒരു ഘട്ടം ഈ ആദ്യത്തെ ഘട്ടമാണ്. കാരണം ചെറിയ കുട്ടികളാണ്, അവരോട് പ്രത്യേകിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അവർ കുറച്ച് വളർന്നു വലുതായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാം എന്നൊരു മനോഭാവമാണ് നമുക്കുണ്ടാവുക. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെയ്തികൾ അവരിൽ സ്വാധീനം സൃഷ്ടിക്കുന്ന ഒരു ഘട്ടം എന്നത് ഈ ആദ്യത്തെ 7 വയസ്സുവരെയുള്ള ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അവരുടെ വ്യക്തിത്വ വികാസവും വ്യക്തിത്വ രൂപീകരണവും സംഭവിക്കുന്നത്. കോപ്പി പേസ്റ്റ് പീരീഡ് എന്നാണ് ഈ ഒരു ഘട്ടത്തെ പറയപ്പെടാറുള്ളത്. അവർ കാണുന്ന ഓരോ കാര്യങ്ങളും അവര് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിൽ കാണുന്ന ഏത് നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും അവരത് പകർത്തും. ഒരുപക്ഷെ അത് അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രകടമാകണമെന്നില്ല. അത് 15 20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോ അവരിൽ പ്രകടമാവുക എന്നതാണ്. നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്ന രീതി ആ കുഞ്ഞ് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആ കുഞ്ഞിൽ പ്രകടമാകുക 20 25 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നുള്ളതാണ്. അത്രമാത്രം ഗൗരവത്തോടുകൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള പണ്ഡിതന്മാർ പറയാറുള്ള ഒരു കാര്യം, 7 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സമയത്ത് നിങ്ങൾ കുട്ടികളെ അല്ല നിയന്ത്രിക്കേണ്ടത്, മാതാപിതാക്കൾ അവരെയാണ് നിയന്ത്രിക്കേണ്ടത്. മാതാപിതാക്കൾ ആ കുട്ടികൾ ഇടപഴകുന്ന മേഖലകളെയാണ് നിയന്ത്രിക്കേണ്ടത്. ഒരർത്ഥത്തിലും അവരുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും അവർ ഇടപഴകുന്ന മേഖലകളിലോ ആളുകളിലോ ഇല്ല എന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്താൻ അതികഠിനമായി ശ്രമിക്കേണ്ട ഒരു ഘട്ടമാണത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു അവിടെയാണ്. വേണമെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന വീടുകളിൽ നമ്മൾ ചില ബോർഡുകൾ സ്ഥാപിക്കുക. ഇവിടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു മനുഷ്യൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഭവനത്തിൽ കയറുന്നവരെല്ലാം അവരുടെ സംസാരം സൂക്ഷിക്കുക, അവരുടെ ഇടപഴകലുകൾ സൂക്ഷിക്കുക. കാരണം ഇവിടെ ഇതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് അത് ജീവിതമാക്കി മാറ്റുന്ന, അത് വ്യക്തിത്വമാക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. കാരണം അത്രമാത്രം ഗൗരവപ്പെട്ടൊരു കാര്യമാണത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഈ ഘട്ടത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഘട്ടത്തിലൊന്നും കൽപ്പിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. 7 വയസ്സ് വരെ നമസ്കാരം പോലും കൽപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നില്ല. 7 വയസ്സിന് ശേഷം മാത്രമേ നമസ്കാരം പോലുള്ള അതിഗൗരവപ്പെട്ട വിഷയം പോലും അവരുമായിട്ട് നമ്മൾ കൽപ്പിക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ അവരോട് നിസ്കരിക്കാൻ പറയുകയല്ല, നമ്മൾ നമസ്കരിക്കുന്നവർ കാണുകയാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കാണുകയാണ്, അതിനുള്ള അവസരമാണ് അതുവരേക്കും നമ്മൾ ഒരുക്കി കൂട്ടി വെക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായൊരു പ്രശ്നം ഈ ഒരു ഘട്ടത്തിലുള്ള സ്ക്രീനിന്റെ ഉപയോഗമാണ്. നാം ഇടപഴകേണ്ട, നമ്മൾ സ്വാധീനം സൃഷ്ടിക്കേണ്ട ഇടങ്ങളിലെല്ലാം ഇന്ന് ഇലക്ട്രോണിക് ഡിവൈസുകൾ സ്വാധീനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ വ്യക്തിത്വത്തെ ഇന്ന് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ
ഇത്തരം ആധുനിക സുഖസൗകര്യങ്ങളുടെ അതല്ലെങ്കിൽ ആധുനിക ടെക്നോളജിയുടെ അപ്പോസ്തലന്മാർ എന്നറിയപ്പെടുന്ന ആളുകളെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ഒരിക്കലും അവരുടെ മക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും അവരുടെ 15-16 വയസ്സ് വരെ നൽകുകയില്ല, അങ്ങനെ നൽകാറുണ്ടായിരുന്നില്ല എന്നതാണ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊക്കെയും വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാവുന്ന കാര്യമാണ്. ആപ്പിളിന്റെ സ്ഥാപകരിൽ ഒരാളായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ എന്റെ ഭവനത്തിൽ എന്റെ മക്കൾക്ക് ഐപാഡുകളോ ഐഫോണുകളോ ഒന്നും 16 വയസ്സ് വരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. സമാനമായ കാര്യം മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, എന്റെ മക്കൾ 14 വയസ്സ് വരേക്കും ഒരർത്ഥത്തിലുള്ള സ്മാർട്ട് ഡിവൈസുകളും അവരെ ഉപയോഗിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല. 14 വയസ്സുകൾക്ക് ശേഷം അങ്ങേയറ്റത്തെ നിയന്ത്രണത്തോടുകൂടി മാത്രമേ അത് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. പ്രത്യേകിച്ച് തീൻമേശകളിലോ കിടപ്പുമുറികളിലോ അതിനൊരർത്ഥത്തിലുള്ള സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചെ പറയുന്നുണ്ട്, 15-16 വയസ്സാകുന്നത് വരേക്കും എന്റെ മകനെ ഞാൻ അത് ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല. നമ്മുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സ്നാപ്ചാറ്റ് എന്നത്. ആ സ്നാപ്ചാറ്റിന്റെ സിഇഒ പറയുന്ന കാര്യമുണ്ട്, ഞാൻ എന്റെ പേരക്കുട്ടികളെ ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങളോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിന്റെ പിന്നിലുള്ള രഹസ്യം, അത് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അവരുടെ വളർച്ചയിൽ, അവരുടെ വ്യക്തിത്വ വികാസത്തിൽ അതുണ്ടാക്കുന്ന പ്രഹരം, അത് ഏൽപ്പിക്കുന്ന പ്രഹരത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണയും ബോധ്യവും ഉള്ളതുകൊണ്ടാണ് അതിൽ അഗ്രഗണ്യരായ ആളുകളൊക്കെയും ഈ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സ്ക്രീനിന്റെ സമയം ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അവരോട് നമ്മൾ റഹ്മത്തല്ല, അനുകമ്പയല്ല, മറിച്ച് റഹ്മത്താണ് കാണിക്കേണ്ടത് എന്ന് ചില ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കുട്ടികളോട് നമുക്കുണ്ടാകുന്ന വികാരം 2 വികാരങ്ങളാണ്. ഒന്ന് റഹ്മത്താണ്, അനുകമ്പയാണ്. മറ്റൊന്ന് റഹ്മത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ആഗ്രഹമാണ്. ആ ഒരു അനുകമ്പയാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഞാനത് ചെയ്തു കൊടുക്കാതിരിക്കുക? അതിന് പിന്നിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. അത് ആ കുട്ടിയിൽ ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നത് ശരിയാണ്. എങ്കിലും അവൻ അങ്ങനെ ആവശ്യപ്പെടുമ്പോ, ആ കുട്ടി അങ്ങനെ കരയുമ്പോ ഞാൻ അതെങ്ങനെ ചെയ്തു കൊടുക്കാതിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പലതും ചെയ്തു കൊടുക്കും. അവിടെ നമ്മൾ റഹ്മത്തല്ല, റഹ്മത്താണ് കാണിക്കേണ്ടത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അവരോട് കാണിക്കുന്ന റഹ്മത്തിന് വിരുദ്ധമാണ്. എത്ര വേദനയേറിയ ചികിത്സാ രീതിയാണെങ്കിലും അവരുടെ ഒരു രോഗം സുഖപ്പെടും എന്ന് നമ്മൾ കാണുമ്പോൾ ആ ചികിത്സ നൽകാൻ നാം തയ്യാറാകാറുണ്ട്. അവിടെ നമ്മൾ റഹ്മത്തിനെയല്ല, അനുകമ്പയല്ല പരിഗണിക്കുക, നമ്മൾ അവിടെ റഹ്മത്തെയാണ് പരിഗണിക്കുക. കാരണം ഈ വേദന അവന് സഹിക്കുക എന്നത് നാം അവരോട് ചെയ്യുന്ന ഒരു നന്മയാണ് എന്നൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് ആ വേദനയേറിയ ചികിത്സകൾക്ക് നമ്മുടെ പിഞ്ചോമന മക്കളെ നാം വിധേയരാക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് അവരുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന ഇത്തരം മേഖലകളിലും നാം സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. വളരെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ നാം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണം. ആഗ്രഹങ്ങളെ നെല്ലും പതിരുമായി വേർതിരിച്ച് അത് നല്ലതാണെങ്കിൽ മാത്രം പൂർത്തീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മറിച്ച് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ കളിക്കാൻ തയ്യാറാവുക. 7 വയസ്സ് വരെയുള്ള കുട്ടികളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആന കളിച്ചതായും കുതിര കളിച്ചതുമായെല്ലാം ഹദീസുകളിൽ കാണാൻ കഴിയും. എത്രത്തോളം എന്നാൽ നമസ്കാരം ഒരു ദിവസം കുറച്ച് ദീർഘിച്ചു പോവാണ്. പ്രത്യേകിച്ച് സുജൂദ് കുറച്ച് ദീർഘിച്ചു പോയി. നമസ്കാര ശേഷം സഹാബാക്കൾ ചോദിച്ചു, ഇന്നെന്താണ് പതിവിലും അധികം സുജൂദ് ദീർഘിപ്പിച്ചത്? സുജൂദ് കുറച്ച് ദീർഘമായിരുന്നല്ലോ ഇന്ന്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, തന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും ഞാൻ സുജൂദിലായിരിക്കുമ്പോ എന്റെ മുതുകിൽ കയറി ആന കളിക്കാൻ തുടങ്ങി. അവർ അവരുടെ ആവശ്യം പൂർത്തീകരിക്കട്ടെ, അവർ കളിച്ച് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആ സുജൂദ് ദീർഘിപ്പിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയണം. അത്രമാത്രം ആ പ്രായത്തിലുള്ള കളികൾക്ക് നമസ്കാരത്തിലാണെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യത കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആർത്തിൽ കുട്ടികളെ പരിഗണിക്കാൻ ആ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ദിവസം നമസ്കാരം പെട്ടെന്ന് അവസാനിക്കാണ്,
പെട്ടെന്ന് തീരെയാണ്. ആളുകൾ ആശ്ചര്യപ്പെടാണ്, ഇന്നെന്തേ പതിവിലും നേരത്തെ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ആ കുഞ്ഞിനോടുള്ള അനുകമ്പ കാരണം ഞാൻ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്ന പരിഗണന എന്നുള്ളത്. ആ അർത്ഥത്തിലുള്ള പരിഗണന നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് അത് കൊടിയ ബാധകമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്. ആ ഘട്ടം നിങ്ങൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഘട്ടമല്ല, നിങ്ങൾ അധ്യാപകനായി മാറേണ്ട ഘട്ടമല്ല, അത് 7 വയസ്സിന് ശേഷമുള്ള ഘട്ടമാണ് എന്നും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടം, ആ ഒരു ഘട്ടത്തിൽ, ഈ ഒരു പീരീഡിൽ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഏത് സാഹചര്യം, നമ്മുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ കുട്ടികൾ പല കാര്യങ്ങളും നമ്മളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അത് കേൾക്കാനും അത് പരിഗണിക്കാനും വളരെ കൃത്യമായ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാനും നമ്മൾ തയ്യാറാകണം. അതിനുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് സൂറ യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. പാരന്റൽ സൈക്കോളജിയിൽ ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന വലിയൊരു പ്രയാസത്തെ പറ്റി പറയുന്നുണ്ട്. അത് പാരന്റൽ അറ്റൻഷൻ സ്പാൻ ഡിസോർഡർ എന്നുള്ളതാണ്. കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക, കുട്ടികൾ പറയുന്നത് അവധാനതയോടുകൂടി കേൾക്കാനുള്ള ക്ഷമ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിനുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ സൂറ യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസികളെയും വളരെ കൃത്യമായിട്ട് ഓരോ വിശ്വാസികൾക്കും നൽകുന്ന പാഠം. ഇസ് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബ. ഇസ് ഖാല യൂസുഫ് ലി അബീ, യൂസുഫ് തന്റെ ഉപ്പയോട് പറഞ്ഞ സന്ദർഭം. ഇതിൽ ഒന്നാമത്തെ പാഠം എന്നുള്ളത്, ഒരു പിതാവ് വിജയിയാവുന്നത് തന്റെ മകന് എന്ത് കാര്യങ്ങളും തന്നോട് തുറന്നു പറയാനുള്ള ഒരു അവസരം ആ പിതാവെന്ന നിലയ്ക്ക് ആ പിതാവ് സൃഷ്ടിക്കുമ്പോഴാണ്. ഏതൊരു കുട്ടിക്കും തന്റെ പിതാവിനോട് ഞാൻ അവഗണിക്കപ്പെടുകയില്ല, ഞാൻ പരിഹസിക്കപ്പെടുകയില്ല, ഞാൻ ശിക്ഷിക്കപ്പെടുകയില്ല, ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുകയില്ല എന്ന ബോധ്യത്തോടു കൂടി ആ ഉപ്പയുടെ അടുക്കിലേക്ക് വന്ന് എത്ര അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും പറയാനുള്ള ഒരു ഫ്രീഡം, അതിനുള്ള ഒരു അവസരം, അതിനുള്ള ആ ഒരു കംഫർട്ട് ഓരോ പിതാവും തന്നെ മകന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആൺമക്കള് പിതാക്കന്മാരോട് കാര്യമായിട്ട് തുറന്നു പറയാൻ മടിക്കാറുണ്ട്. പലപ്പോഴും അവിടെയാണ് യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ബന്ധം വളരെ പ്രകടമായി നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കാൻ തയ്യാറാകേണ്ടത്. ഒരർത്ഥവുമില്ലെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്വപ്നമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബിയുടെ അടുക്കിലേക്ക് വന്ന് പറയുന്നത്. ഇസ് ഖാല യൂസുഫ് ലി അബി, തന്റെ ഉപ്പയോട് പറയാണ്, യാ അബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അബത്ത് എന്നുള്ളത് ആദരവും സ്നേഹവും കലർന്ന ഒരു വിളിയാണ്. യാ അബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇന്നി റഅയ്തു, ഞാൻ ശരിക്കും കണ്ടിരിക്കുന്നു. ഞാൻ കണ്ടു എന്ന് പറയാൻ റഅയ്തു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ ഒരു പിഞ്ചു കുഞ്ഞ് പറയുന്ന ആ രംഗം അത് വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞു തരാണ്. ഇന്നി റഅയ്തു, ഞാൻ ശരിക്കും കണ്ടു ഉപ്പ. ഇന്നി റഅയ്തു, ഞാൻ ശരിക്കും കണ്ടു 11 കൗകബ, 11 നക്ഷത്രങ്ങൾ. വശംസ, സൂര്യൻ. വൽ ഖമറ, ഒരു ചന്ദ്രനെ ഞാൻ കണ്ടു. അവിടെ അവസാനിച്ചു. പക്ഷേ ആ കുട്ടി വീണ്ടും പറയാണ് റഅയ്തുഹും, അല്ലാഹു പറയാണ് റഅയ്തുഹും, ഞാൻ അവയെ കണ്ടു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ അത്ഭുതത്തോടുകൂടി ആവേശത്തോടുകൂടി അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ചെറിയ മക്കൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അവിടെ പോയപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ആവർത്തനമാണ് ആ ആയത്തിൽ കാണുന്നത്. റഅയ്തുഹും, ഉപ്പ ഞാൻ ശരിക്കും കണ്ടു, ഞാൻ അവിടെ കണ്ടു, ഞാൻ കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, ആ നക്ഷത്രങ്ങളും ആ സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമുക്കിന്ന് കേൾക്കുമ്പോൾ പോലും സങ്കല്പിക്കാൻ കഴിയില്ല എങ്ങനെയാണ് നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നത്, ആ രൂപം എങ്ങനെയാണ്. പക്ഷെ ഒരർത്ഥവുമില്ലെന്ന് നമുക്ക് തോന്നുന്ന ആ സ്വപ്നത്തെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വളരെ സൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ്, അത് പരിഗണിക്കുകയാണ്. അപ്പൊ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൊരുള് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ആ കുഞ്ഞിനെ, നല്ല രൂപത്തിൽ ഒരു പ്രതികരണം ആ കുഞ്ഞിന് നൽകുകയാണ്. ആ കുഞ്ഞിനെ അനുമോദിക്കുകയാണ്. ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന നന്മകളെ പറ്റി പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ മക്കളെ സന്തോഷിപ്പിക്കാൻ, അവരെ അനുമോദിക്കാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ ഒരർത്ഥത്തിലും പാഴാക്കരുത് എന്ന വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളെന്നും അവൈലബിൾ ആവുക, അവരെ കേൾക്കാൻ തയ്യാറാവുക,
ഇന്ന് വീടുകളിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് കുട്ടികളുമായിട്ട് ലഭിക്കുന്നത്. ആ ഒരു സമയം ആധുനിക പഠനം പറയുന്നത് വെറും ഇന്നത്തെ മാതാപിതാക്കൾക്ക് 20 മിനിറ്റ് മാത്രമാണ് ഏവറേജ് അവരുടെ മക്കളുമായിട്ട് ചെലവഴിക്കാൻ ക്വാളിറ്റി ടൈം ലഭിക്കുന്നത് എന്നതാണ്. ആ ഒരു സമയത്ത് പോലും നമ്മൾ എന്താണ് വീട്ടുകളിൽ ചെയ്യുന്നത്? ഒരർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടാത്ത അന്തിച്ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും നമ്മൾ കിടന്ന് നരങ്ങിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ആ അമൂല്യമായ സമയത്തെ, ആ സന്ദർഭങ്ങളെ നമ്മൾ പാഴാക്കിക്കളയാണ്. എത്ര വലിയ ഗുരുതരമായ ഒരു ബാധകമാണത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം, ഈ ഒരു സമയത്ത് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക, വളരെ കൃത്യമായി അവരെ പരിഗണിക്കാൻ നമ്മൾ തയ്യാറാവുക. രണ്ടാമത്തെ ഘട്ടം 7 വയസ്സ് മുതൽക്ക് 14 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ആ ഘട്ടത്തെ പറ്റി അറബിയിൽ പറയാം താലിബും അബുദുമായിട്ട് നമ്മളെ കുട്ടികളെ മാറ്റേണ്ട, നമ്മുടെ കുട്ടികളെ നമ്മുടെ ശിഷ്യന്മാരായി അതല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകളായിട്ട് നമ്മൾ കാണേണ്ട ഒരു ഘട്ടമാണത്. ആ ഘട്ടത്തിലാണ് നമ്മൾ അവർക്ക് കൽപ്പനകൾ നൽകേണ്ടത്. ആ ഘട്ടങ്ങളിലാണ് അവരുടെ മാർഗദർശിയായിട്ട് നമ്മൾ മാറേണ്ടത്. ആ വയസ്സിലാണ് അവരുടെ ഉപദേശകനായിട്ട് നമ്മൾ മാറേണ്ടത് എന്നതാണ്. കാരണം ആ സന്ദർഭത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ ഉപദേശം സ്വീകരിക്കാൻ കെൽപ്പുള്ളവരായിട്ട് മാറുക. 7 വയസ്സുവരേക്കും അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുശേഷമുള്ള 14 വയസ്സുവരേക്കും നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ സന്നദ്ധരായിരിക്കും എന്നത് തീർച്ചയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സൂറ യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ കേൾക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതുപോലെ സൂറ ലുഖ്മാനിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ മക്കളുമായി നിങ്ങൾ സംവദിക്കേണ്ടത് എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉപദേശിക്കേണ്ടത്? ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ചെന്ന് കയറി ഉപദേശിക്കലല്ല, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് സതുപദേശങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായൊരു മാർഗരേഖ സൂറ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞത് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, ഒരുപാട് ഹിക്മത്തുകൾ അള്ളാഹു നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ലുഖ്മാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നൽകിയ ഈ യുക്തി, ഈ ഹിക്മത്ത് പ്രയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പ്രയോഗിച്ചിട്ടുണ്ടാകാം, മറ്റു മേഖലകളിൽ പ്രയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയോഗിച്ച ഒരു മേഖല മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മാതൃകയെ കൊണ്ടുവരുന്നത്. അത് അദ്ദേഹത്തിന്റെ മകനുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം പ്രയോഗിച്ച ഹിക്മത്താണ് ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി എടുത്തു പറഞ്ഞു തരുന്നത്. അത്രമാത്രം പ്രാധാന്യത അതിനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ ഒരുപാട് പാഠങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു ഘട്ടത്തെ മാത്രം, ഒരു പാഠം മാത്രം ഖുർആൻ നമുക്ക് വേണ്ടി എടുത്ത് ഖിയാമം നാൾ വരെയുള്ള മനുഷ്യർക്ക് പാഠമായി പറഞ്ഞു തരാണ്. യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓരോ ഉപദേശവും അദ്ദേഹം ആരംഭിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഉപദേശിക്കുന്നതിന് മുന്നേ, അവരോട് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിക്കുമ്പോൾ ആ സ്നേഹം അവന് പ്രകടമാകാണ്, ആ സ്നേഹം അവൻ അനുഭവിക്കാണ്. സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചാൽ ഒരിക്കലും കുട്ടികൾക്ക് അത് അറിയാൻ കഴിയുകയില്ല. അത് കൃത്യമായി പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതിന് യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് ഉപ്പ പറയുന്ന കാര്യം എന്താണ്? ആ കുട്ടിയെ ചിന്തിപ്പിക്കുകയാണ്. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദിൽ, മകനെ നീ ഒരു കടുകുമണി സങ്കല്പിക്കുക, ചെറിയൊരു കടുകുമണി. ഫതകും ഫീ സഖറ, ആ കടുകുമണി വളരെ ഭീമാകാരമായ കറുത്തിരുണ്ട ഒരു പാറക്കല്ലിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്ന് കരുതുക. ഫിസ്സമാവാതി ഔ ഫിൽ അർദ്, അത് എവിടെയാണുള്ളത്? ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയോ ആണതുള്ളത്. ഈ ഭൂമിയിൽ പോലുമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഏതോ കോണിലുള്ള ഒരു കാര്യം. ആ കുട്ടി ചിന്തിക്കുകയാണ്, ഒരർത്ഥത്തിലും അത് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഏതോ മൂലയിലുള്ള ഒരു കടുകുമണി എങ്ങനെയാണ്, ആർക്കാണ് കണ്ടെത്താൻ കഴിയുക? അങ്ങനെ ആ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം പറയാണ്, എന്നാൽ അള്ളാഹു അത് കൊണ്ടുവരും കേട്ടോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് ഖൗലം ബലീഗാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു ഖുർആനിൽ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഫഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ. റസൂലെ, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ, അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രൂപത്തിൽ വേണം സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് പറയുന്നതിന് പകരം അത് ആ കുട്ടിയെ സ്വാധീനിക്കുന്ന തരത്തിൽ വളരെ ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് പറയാണ്. അപ്പൊ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെടാണ്. അങ്ങനെ അള്ളാഹു ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ നമസ്കരിക്കാൻ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് കൽപ്പിക്കുന്നുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്, ഹിജാബ് ധരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്, പള്ളിയിൽ പോകാൻ പറയുന്നുണ്ട്, നോമ്പെടുക്കാൻ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? ആ അള്ളാഹു ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. നേരത്തെ പറഞ്ഞ ആ 7 വയസ്സ് വരെയുള്ള ഘട്ടത്തിൽ നമ്മൾ ഇത്തരം കർമ്മങ്ങൾ കൽപ്പിക്കുന്നതിന് പകരം അള്ളാഹു ആരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇത് നമുക്ക് നൽകിയത് അള്ളാഹു ആണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവരെ ബന്ധിപ്പിക്കാൻ നമ്മൾ
ശ്രമിക്കണം. കാരണം അത് ഫൗണ്ടേഷൻ പീരീഡാണ്. ആ ഘട്ടത്തിൽ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിന്റെ ഫൗണ്ടേഷനായിട്ട് ഇനി മാറാൻ പോകുന്നത്. അവിടെ അള്ളാഹുവിനെ കൊണ്ടുവരാൻ, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത് 21 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. 14 മുതൽ 21 വയസ്സ് വരെയുള്ള ഘട്ടം. ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവര് കുട്ടികളല്ല, അവര് വലിയ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് മാറി. അത് ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സാണെന്നതുകൊണ്ട് അവരപ്പോഴും കുട്ടികളാണെന്ന് നമ്മൾ കാണേണ്ടതില്ല. 14-15 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടികൾ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് മാറി അള്ളാഹുവിന്റെ കണ്ണിൽ. ഇസ്ലാമിക ശരീഅത്തിൽ അവർ വലിയ ആളുകളായിട്ട് മാറി. ആ രൂപത്തിൽ തന്നെ അവരുമായിട്ട് ഇടപഴകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടം എന്നുള്ളത്, ഈ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അവരുമായിട്ടുള്ള ബന്ധം വഷളാക്കാതിരിക്കുക എന്നത് മാത്രമാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ ബന്ധം വഷളായി കഴിഞ്ഞാൽ അത് പിന്നെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത്, തുന്നിച്ചേർക്കുക എന്നുള്ളത് അങ്ങേറ്റം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ 14-15 വർഷത്തോളം അവർക്ക് വേണ്ടി സഹിച്ച പ്രയത്നങ്ങൾ, അവരുടെ നന്മ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങളുടെയൊക്കെയും റിസൾട്ട് കാണേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളത്. ഇവിടെ പുതുതായിട്ട് റിസൾട്ട് ഉണ്ടാക്കേണ്ട സമയമല്ല. നമ്മൾ ആദ്യമായി ചെയ്തു വെച്ചതൊക്കെ ഈ 14 വയസ്സ് മുതൽ നമ്മൾ ഇനി കണ്ടുകൊണ്ടേയിരിക്കും. ആ ഒരു ഘട്ടത്തിൽ അവരുമായിട്ടുള്ള ബന്ധം ഏറ്റവും ചുരുങ്ങിയത് വഷളാക്കാതെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരെ അങ്ങേറ്റം പക്വതയോടുകൂടി അവരുമായി ഇടപഴകേണ്ടതുണ്ട്. വസീറായിട്ട് കാണണം എന്നാണ് അറബിയിൽ ഈ പ്രായത്തെ പറ്റി പറയാ. അവരെ നമ്മുടെ മന്ത്രിയായിട്ട് കാണണം. കാര്യങ്ങൾ അവരുമായിട്ട് കൂടിയാലോചിക്കണം. അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസത രൂപപ്പെടുത്താൻ കഴിയണം. അവരിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ മാതാപിതാക്കളുമായിട്ട് നല്ല രൂപത്തിൽ അവർക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഒരു യുവാവ് ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ എനിക്ക് വ്യഭിചരിക്കണം. ആ യുവാവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പരിഗണിക്കുന്നത്? വളരെ കൃത്യമായി ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ, ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ, നല്ല രൂപത്തിലുള്ള മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയാണ്. ഏത് സദസ്സിൽ വന്നിട്ടാണ് അത് ചോദിക്കുന്നത് നമ്മൾ നോക്കണം. പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, വളരെ ഗൗരവപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാവ് വന്നിട്ട് വ്യഭിചരിക്കണം എന്ന് പറയുന്നത്. ആളുകൾക്കൊക്കെ നിയന്ത്രണം നഷ്ടപ്പെടാൻ മറ്റൊന്നും ആവശ്യമില്ല. ആ ഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് വെക്കാണ്. മറ്റുള്ളവർ അകറ്റാൻ ശ്രമിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്ത് വെച്ചു. എന്നിട്ട് ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. നമുക്ക് സുപരിചിതമായ കാര്യമാണ്. അവസാനം അയാളുടെ ഹൃദയത്തിന്റെ മേൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ എന്റെ ജീവിതത്തിൽ ഇതിനോളം വെറുപ്പുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല, വ്യഭിചാരത്തോളം വെറുപ്പുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടത്തിലും വിവിധ തലത്തിലാണ്, രൂപത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളുമായിട്ട്, ആളുകളുമായിട്ട് ഇടപഴകേണ്ടത്. നമ്മുടെ മക്കൾ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും വളരെ അങ്ങേയറ്റം ത്യാഗം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നാം പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടി വരും. നമ്മുടെ പല ആഗ്രഹങ്ങളും ഇവിടെ മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ അതൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പ്രിയങ്കരമായ അമലുകളാണ്, പ്രവൃത്തികളാണ് എന്നായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറ ബഖറയിൽ സഫാ മർവയെ പറ്റി അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു ഷിആറാണ് സഫയും മർവയും. എന്താണ് സഫയും മർവയുടെയും പ്രത്യേകത? അത് ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് വേണ്ടി സഹിച്ച ഒരു ത്യാഗത്തിന്റെ പ്രതീകമാണ്. പാർത്ഥത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റം വിലമതിക്കുന്നു. അള്ളാഹു അതിനെ അങ്ങേറ്റം വിലമതിക്കുന്നുണ്ട്, അള്ളാഹു അതിനെ പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതൊരിക്കലും അള്ളാഹു പാഴാക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവിശേഷിപ്പിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയോ അതൊക്കെ നമ്മൾ സഹിക്കുക. അപ്പോഴേ ആ മേഖലയിൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ആ മേഖലയിൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സൂറത്തു ഗാഫിറിലെ 7-ാമത്തെ 8-ാമത്തെ ആയത്തുകളാണ്. ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാലാഖമാരുടെ പ്രാർത്ഥനയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ മാലാഖമാർ ചില്ലറക്കാരല്ല. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളാണ് യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. ആ അർശിനെ ചുറ്റുവട്ടവും സ്ഥിതി ചെയ്യുന്ന മാലാഖമാരാണ്, ചില്ലറ മാലാഖമാരല്ല. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ
തൗബ സ്വീകരിക്കാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ മാലാഖമാർ പറയും, റബ്ബന വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅതഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണം. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ സാലിഹീങ്ങളായ പിതാക്കന്മാരെ, വഅസ്വാജിഹിം, അവരുടെ സാലിഹീങ്ങളായ ഇണകളെ, വസുർരിയാതിഹിം, അവരുടെ സാലിഹീങ്ങളായ സന്താനങ്ങളെ, ഇന്നക അൻതൽ അസീസുൽ ഹകീം. അപ്പോ നമ്മുടെ മക്കളിൽ ഈ സലാഹിയത്ത് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ അവരൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ സാലിഹീങ്ങളായിട്ട് മാറണം. മാലാഖമാരുടെ ഈ ദ്വാഇന്, പ്രാർത്ഥനയ്ക്ക് അവർ അർഹരായിട്ട് മാറണം എന്ന ചിന്ത എന്നും നമ്മെ അലട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ഈ മകനെ, അതല്ലെങ്കിൽ എൻ്റെ ഈ മകളെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കും എന്നതിനെ കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ വിവിധ തട്ടുകളായിട്ടാണ് ആളുകൾ ഉണ്ടാവുക. ഓരോരുത്തരുടെ നന്മയുടെ ഗ്രേഡ് അനുസരിച്ച് തട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും മുകളിൽ തട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല. മുകൾ തട്ടിലുള്ള ആളുകൾക്ക് താഴെ വരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കാര്യം, ഒരു കൂട്ടർക്ക് മാത്രം അവർ താഴെ തട്ടിലാണെങ്കിലും ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് പോകാൻ കഴിയും. അത് അവരുടെ സന്താനങ്ങൾ അവരുടെ ഉന്നത തലങ്ങളിൽ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത ദറജകളിൽ പാർക്കുന്നുണ്ടെങ്കിൽ ആ സന്താനങ്ങളെ സന്ദർശിക്കാൻ അവർക്ക് എന്ത് ചെയ്യാം, ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് എന്റെ ഈ മകനെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദുനിയാവിന് വേണ്ടി, ഈ ദുനിയാവിലുള്ള മക്കളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. സാമ്പത്തിക ത്യാഗങ്ങളാകട്ടെ, ശാരീരിക ത്യാഗങ്ങളാകട്ടെ ഒക്കെ സഹിക്കുന്നു. പക്ഷെ അതിന്റെ പകുതിയിലല്ല മൂന്നിലൊന്നെങ്കിലും പരലോക വിജയത്തിന് വേണ്ടി, പരലോകത്ത് നമ്മളൊക്കെ വിജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സഹിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് ഈ സാലിഹ്യങ്ങളായ ഈ കുടുംബമായിട്ട് നമുക്ക് മാറാൻ കഴിയുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ആദ്യത്തെ ഘട്ടം 7 വയസ്സ് വരെയുള്ള ഘട്ടം എന്നത് അവിടെ മക്കളാണ് സയ്യിദീങ്ങൾ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവിടെ മക്കൾ നേതാക്കളാണ്. അവര് ചെയ്തതൊക്കെ അവർ ചെയ്യട്ടെ, അവർക്ക് നല്ല മാതൃകയായിട്ട് നമ്മൾ അവിടെ മാറുകയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കൽപ്പന നിരോധനങ്ങൾ കൊണ്ടുവരരുത്. രണ്ടാമത്തെ ഘട്ടം അവര് 14 വയസ്സ് വരെയുള്ള ഘട്ടം, അത് അവരുടെ കീഴിൽ നിൽക്കേണ്ട, അവരെ നമ്മുടെ കീഴിൽ നിർത്തേണ്ട ഒരു ഘട്ടമാണ്, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരേണ്ട ഒരു ഘട്ടമാണ്, നമ്മൾ കൽപ്പിക്കേണ്ട ഒരു ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം അവരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കേണ്ട, അവരെ മന്ത്രിമാരെ പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ഈ ഘട്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, നമുക്ക് നിൽക്കാനും അവരെ നിർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെ പറ്റി മാത്രം, നമ്മുടെ പേരമക്കളെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വജഅല ലക്കും ബനീന വഹഫദ, നിങ്ങൾക്ക് അള്ളാഹു മക്കളെ നൽകി. അതുപോലത്തെ ഒരു അനുഗ്രഹമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞ ഒന്നാണ് വഹഫദ, നിങ്ങൾക്ക് പേരമക്കളെയും അള്ളാഹു നൽകിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. അവരെയും ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് പരിഗണിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമാനത്തുകളെ ഏറ്റവും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ആ അമാനത്തുകളെ കൈകാര്യം ചെയ്യാനും അള്ളാഹുവിന് തിരികെ ഏൽപ്പിക്കാനുമുള്ള മഹാഭാഗ്യം പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാർഗത്തിൽ നമുക്ക് വന്നു പോയ ഒരുപാട് പിഴവുകൾ ഉണ്ടാകാം. അറിവില്ലായ്മ കാരണം, ശ്രദ്ധയില്ലായ്മ കാരണം വലിയ പിഴവുകൾ തീർച്ചയായും നമുക്കൊക്കെ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കുറവുകളെ പരിഹരിക്കുമാറാകട്ടെ. അവന്റെ അഫ്വ് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് അവൻ നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെല്ലാം അവൻ സാലിഹീങ്ങളാക്കുമാറാകട്ടെ.